കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, മെയിൻ്റനൻസ് ആൻഡ് ഓവർലാപ്പിംഗ് ആണ്. അതായത് നമുക്ക് ഐഡിയ എന്തെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ഭാര്യ CRPC 125 പ്രകാരം ഫാമിലി കോടതിയിൽ ഒരു മെയിൻ്റനൻസ് പെറ്റീഷന് വേണ്ടി ഫയൽ ചെയ്യുന്നു. അവൾക്ക് അതിനാവശ്യമായിട്ടുള്ള സംഖ്യകൾ കോടതി അനുവദിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് DV ആക്ട് പ്രകാരം ഇതേ ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസ് മേടിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ മൾട്ടിപ്പിൾ മെയിൻ്റനൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന് പറയുന്ന മറുപടി ഇതാണ്, മെയിൻ്റനൻസ് ക്യാൻ ബി ക്ലെയിംഡ് അണ്ടർ DV ആക്ട് ഈവൺ ഇഫ് ഓൾറെഡി ഗ്രാൻറ്റഡ് അണ്ടർ സെക്ഷൻ 125 CRPC എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് DV ആക്ട് പ്രകാരം ഒരു ഭാര്യയ്ക്ക് മെയിൻ്റനൻസിന് വേണ്ടി അപേക്ഷിക്കാം. എപ്പോൾ അപേക്ഷിക്കാം? ഈവൺ ഈഫ് CRPC 125 പ്രകാരം മെയിൻ്റനൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കോടതിയുടെ കുറച്ച് നിരീക്ഷണങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആ പോയിന്റുകൾ കോടതി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കോർട്ട്സ് ഒപ്പീനിയൻ, പെറ്റീഷണർ വൈഫ് വുഡ് ബി എൻടൈറ്റിൽഡ് ടു ഇൻവോക്ക് the provisions of sections 26 read with section 20 of the Domestic Violence Act to seek monetary relief including maintenance, which would be in addition to the maintenance granted to her while the family court order. ഫാമിലി കോടതി മെയിൻ്റനൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? DV ആക്ട് പ്രകാരം വൈഫിന് അഡീഷണലായിട്ട് പൈസ മേടിക്കുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. സുപ്രീം കോർട്ട് ഇൻ ഇറ്റ്സ് ഡിസിഷൻ രജനേഷ് വേഴ്സസ് നേഹ 2021 2SSC 324 observed in light of the question of overlapping the jurisdictions for grant of maintenance that section 21D of the DV Act make it clear that the maintenance granted under the DV Act would be in addition to the order of maintenance under section 125 of the Code of the Criminal Procedure 1973 CRPC and any other law for the time being in force. Next point ഇതാണ്, it was observed by the Supreme Court that the legislative mandate envisaged the grant of maintenance to wife under various status, and there is no bar to seek maintenance both under the DV Act section 125 of the CRPC or Hindu Marriage Act 1955 or the Hindu Adoption and Maintenance Act 1956 എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ദർ ഈസ് നോ ബാർ ടു സീക്ക് മെയിൻ്റനൻസ് എന്നുള്ള വാക്ക് പ്രത്യേകം ഓർക്കുക. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ദെർഫോർ ഇംപഞ്ച്ഡ് ഓർഡർ ബൈ ദി ട്രയൽ കോർട്ട് വാസ് ക്ലിയർലി erroneous in as much as it is dismissed the application filed by the petitioner wife under section 26 of the DV Act only on the basis that it has been filed towards execution of the maintenance already granted to the petitioner wife while the order dated and the trial court has failed to appreciate that the aforesaid applications was an independent remedy invoked by the petitioner wife under the provisions of the DV Act എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. Hence the impunged order was set aside. Matter was remanded back to the trial court എന്നുള്ള ഒരു പോയിന്റിലാണ് ഇത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് നല്ല വിധിയാണോ മോശം വിധിയാണോ എന്നുള്ളതൊക്കെയും ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ്. പക്ഷേ ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതിനു മുമ്പുള്ളൊരു വിധിയിൽ പറഞ്ഞിട്ടുള്ളത് മൾട്ടിപ്പിൾ മെയിൻ്റനൻസ് ഒരിക്കലും അലൗ ചെയ്യില്ല എന്നുള്ളൊരു വിധി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി ഇവിടെ വന്നിട്ടുള്ളത്. ഇത് 2021 നവംബർ 3 വന്നിട്ടുള്ള ഒരു വിധിയാണ് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.